ഒരിക്കലേ ഒരു മനുഷ്യൻ ഒത്തിരിയേറെ സങ്കടപ്പെട്ട് വിഷമിച്ച് ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ദിവസങ്ങളോളം അവൻ ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഒരു ദിവസം ദൈവം അവന് പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു, എന്തിനാണ് നീ ഇത്രയേറെ സങ്കടപ്പെട്ട് കരയുന്നത്? അവൻ ദൈവത്തോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ സാമ്പത്തികമായി ഒന്നുമില്ല, പൈസ എന്ന് പറയുന്നത് എനിക്കൊന്നുമില്ല, ഞാൻ കഷ്ടിച്ചാണ് ജീവിതം മുന്നോട്ട് നീക്കുന്നത്. അപ്പോൾ ദൈവം ചോദിച്ചു, നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണം? അവൻ പറഞ്ഞു, സാമ്പത്തികമായി ദൈവമേ നീ എനിക്ക് ഉന്നതി തരണം. അങ്ങനെ ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടു. അവന് ധാരാളം സമ്പത്ത് കൊടുത്തു. അവൻ ആ സമ്പത്തുമായി വളരെ സന്തോഷത്തോടെ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ സമ്പത്തിൻ്റെ ധൂർത്തടി മൂലം അവൻ പല വിധത്തിലും അസ്വസ്ഥനാകുകയും പലവിധ രോഗങ്ങൾക്ക് അടിമയായി തീരുകയും ചെയ്തു. അവനൊരു നിത്യരോഗിയായി മാറി. അവൻ വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം പ്രത്യക്ഷപ്പെട്ടു. ദൈവം ചോദിച്ചു, ഞാൻ നിനക്ക് വീണ്ടും എന്താണ് ചെയ്തു തരേണ്ടത്? അവൻ പറഞ്ഞു, ഞാൻ ഇന്ന് ഒരു രോഗിയാണ്, രോഗം മൂലം ഞാൻ അസ്വസ്ഥനാണ്. ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടു. ദൈവം അവൻ്റെ രോഗങ്ങൾ മാറ്റിക്കൊടുത്തു. വീണ്ടും അവൻ നല്ല ആരോഗ്യവാനായി, ശക്തനായി, ബലവാനായി, സുന്ദരനായി, സുമുഖനായി അങ്ങനെ ജീവിതത്തിൽ അവൻ കടന്നു പോകുമ്പോൾ എന്തെല്ലാം ഉണ്ടായിട്ടും എപ്പോഴും അവൻ്റെ ജീവിതത്തിൽ അസ്വസ്ഥത അവനെ അലട്ടുന്നു. സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, സൗന്ദര്യമുണ്ട്, ബലമുണ്ട്, ശക്തിയുണ്ട്, ചുറ്റുപാടുകളുണ്ട്, എല്ലാം ഉണ്ടായിട്ടും അവൻ്റെ ജീവിതത്തിൽ നിന്ന് അവൻ അസ്വസ്ഥത വിട്ടുമാറുന്നില്ല. വീണ്ടും അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം പ്രത്യക്ഷപ്പെട്ടു. ദൈവം പറഞ്ഞു, നീ ചോദിച്ചതെല്ലാം ഞാൻ നിനക്ക് നൽകിയില്ലേ, പിന്നെ എന്താണ് നിൻ്റെ പ്രശ്നം? അപ്പോഴവൻ പറഞ്ഞു, എല്ലാം ഉണ്ടായിട്ടും എൻ്റെ ജീവിതത്തിൽ എനിക്ക് സമാധാനം എന്ന് പറയുന്ന ഒന്ന് അനുഭവിക്കാൻ സാധിക്കുന്നില്ല. ദൈവം അവനോട് പറഞ്ഞു, നീ ഇന്ന് വരെ എന്നോട് എല്ലാം ചോദിച്ചു, ഞാൻ നിനക്കത് തന്നു. എന്നാൽ നീ ഇന്ന് ചോദിക്കാത്ത ഒന്ന് ഞാൻ നിനക്ക് തരികയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം അവനോട് അവൻ്റെ ജീവിതത്തിലേക്ക് ഇപ്രകാരം ഒരു കാര്യം പറഞ്ഞു, ഞാൻ നിനക്ക് സമാധാനം തരുന്നു, എൻ്റെ സമാധാനം ഞാൻ നിനക്ക് തന്നിട്ട് പോകും. അങ്ങനെ ദൈവം അവൻ്റെ ജീവിതത്തിൽ അവന് സമാധാനം കൊടുത്തിട്ട് പോയി. അങ്ങനെ ഏറെക്കാലം കഴിഞ്ഞ് വീണ്ടും ദൈവം അവനെ സമീപിച്ച് അവനോട് ചോദിച്ചു, ഇപ്പോൾ എങ്ങനെയുണ്ട് നിൻ്റെ ജീവിതം? അവൻ പറഞ്ഞു, സമ്പത്ത് കൊണ്ടും സൗന്ദര്യം കൊണ്ടും ശക്തി കൊണ്ടും ബലം കൊണ്ടും പിടിപാടുകൾ കൊണ്ടും ചുറ്റുപാടുകൾ കൊണ്ടും കിട്ടാത്ത ഒന്ന് സമാധാനത്തിലൂടെ എനിക്ക് ലഭിച്ചു എന്ന്. സ്നേഹമുള്ളവരെ, നമുക്കെല്ലാം ജീവിതത്തിൽ ആവശ്യമാണ്. ആവശ്യത്തിൽ കഴിഞ്ഞ് നമുക്ക് എന്തെല്ലാം ജീവിതത്തിൽ വന്നു ചേരുന്നോ അത് നമ്മളെ അസ്വസ്ഥനാക്കും, നമ്മുടെ സമാധാനം കെടുത്തിക്കളയും. എല്ലാം ഉള്ളപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ട ഒന്നാണ് സമാധാനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ക്രിസ്തു ലോകത്തോടായി വിളിച്ചു പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. സാധാരണ സമാധാനമല്ല. യേശു പറഞ്ഞു, ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്ന സമാധാനം. പിന്നെന്ത് സമാധാനമാണ് ക്രിസ്തു നൽകിയത്? എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. കാരണം ക്രിസ്തു സമാധാനത്തിൻ്റെ നിറവായിരുന്നു. ക്രിസ്തു സമാധാനത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകും. അതേ സ്നേഹമുള്ളവരെ, എല്ലാം ഉണ്ടായിട്ടും സമാധാനമില്ലെങ്കിൽ ഒന്നുമില്ലാത്തതുപോലെയും ഒന്നുമില്ലാഞ്ഞിട്ടും സമാധാനമുണ്ടെങ്കിൽ എല്ലാം ഉള്ളതിനും തുല്യമാണ് നമ്മുടെ ജീവിതം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.